കൊടിസുനിക്ക് പരോൾ നൽകിയത് അസാധാരണ നടപടിയെന്നാണ് കെ രമ MLA പ്രതികരിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കെ രമ മീഡിയ വണ്ണോട് പ്രതികരിച്ചു. ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരോൾ ഈ പ്രതിക്ക് അനുവദിക്കാനുണ്ടായത് എന്നുള്ളത് വിശദീകരിക്കുന്നത് ജയിൽ DGP ആണ്. ഏത് മനുഷ്യാവകാശത്തിന്റെ പേരിലാണ്? കാരണം 30 ദിവസമാണ് ഇപ്പൊ പരോൾ അനുവദിച്ചിരിക്കുന്നത്. പരോൾ അനുവദിച്ച് നിരവധി കേസിൽ പ്രതിയാണ്. ഏകദേശം 12ഓളം കേസുകളിൽ ഇപ്പോൾ തന്നെ പരോളിൽ വന്നപ്പോൾ ഈ സുനി പ്രതിയാണ്. അങ്ങനെ ഒരാൾക്ക് വീണ്ടും പരോൾ അനുവദിച്ചത് എങ്ങനെയെന്നുള്ളതിന് മറുപടി ജയിൽ വകുപ്പ് പറയണം. ജയിലിന്റെ DGP അത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. സാജിദ് അജ്മൽ വീണ്ടും ചേരുന്നുണ്ട്. സാജിദ്, ഈ പറഞ്ഞതുപോലെ കോടതി വിധി ധിക്കരിക്കുക അല്ലെങ്കിൽ ആ നിർദ്ദേശം പോലും നമുക്കറിയാം, ഇതിനു മുമ്പ് ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ഇത്തരത്തിൽ ശിക്ഷ ഉയർത്തി അതിനുശേഷം ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശവും സ്റ്റാൻഡും എടുത്തത്. അത് ലംഘിക്കുക എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ നീക്കം മനുഷ്യാവകാശ കമ്മീഷൻ വഴിയുള്ള ആ നീക്കം എങ്ങനെയാണ് നടന്നത്? ധന്യ, ഇത് നേരത്തെ തന്നെ ഈ പരോൾ അനുവദിക്കണമെന്ന അപേക്ഷ കൊടിസുനി വെക്കുന്നുണ്ട്. പക്ഷേ പരോൾ അനുവദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ജയിൽ വകുപ്പിന് മുൻപിലുണ്ട്. കാരണം ജയിൽ വകുപ്പിലെ ജീവനക്കാരെ തന്നെയാണ് കൊടിസുനി ആക്രമിച്ചത്. അത് ഒരു ജയിലിൽ മാത്രമല്ല, വിയ്യൂരിലും ഈ തവനൂരിലും അടക്കമുള്ള ഈ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു, അവിടെ ലഹരി എത്തുന്നു, ഇത് കൂടാതെ ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അത് പുറം ലോകം കൂടി അറിയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് കോടതിയിലേക്ക് എത്തുന്നു. പിന്നീടാണ് ഈ കൊടിസുനിയുടെ മാതാവ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന് മുൻപിൽ പലതവണ സിറ്റിംഗ് നടന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ തനിക്ക് ശാരീരികമായ പല പ്രശ്നങ്ങളുമുണ്ട്, അതുകൊണ്ട് മകന്റെ സാമീപ്യം ആവശ്യമാണ് എന്നുള്ളതാണ് ഇവർ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ എടുത്തൊരു നിലപാട് ഇതിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ സുനിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് ശിക്ഷ ഇളവ് നൽകുകയും ഇപ്പോൾ വിഹരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കൊടിസുനിക്ക് 30 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്.